നമ്മുടെ ഐസ്റ്റോറിന്ന് പോയി എനിക്ക് ഫോൺ കിട്ടിയത്. ഇത് കൊടുത്തതിന് പിന്നെ അതോടെ പോയി. പിന്നെ നോക്കിയ 1100 ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് എൻ്റെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ക്യാമറക്കാണോ നോക്കണേ? ഞാനല്ലേ ഇവിടെ ഇരിക്കണത്, പറയൂ. അപ്പോൾ ഫോണ് കംപ്ലൈന്റ് ആയിരുന്നു. തെറ്റിയാ? ഇല്ല, ഈ എടുത്തോ ഫോണ് കംപ്ലൈന്റ്. ഇതിന്റെ 2-3 പ്രാവശ്യം ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടതാണിത്. അപ്പോൾ അത് കാരണമാണ് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അതിന് ശേഷമാണ് ഫോൺ ഇങ്ങനെ ആയത്. പിന്നെ അതിന് ശേഷം ഇത് ഓൺ ആവണില്ല. കുറെ ഞങ്ങൾ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പൊ നമ്മളെ ഷിക്ക് ബ്രോ നമുക്ക് പുതിയ ഫോൺ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ആദ്യക്ക് യൂസ്ഡ് എടുക്കാന്നാണ് പറഞ്ഞത്. കാരണം ഈ മാസം ഏപ്രിലൊക്കെ ആകുമ്പോൾ നമ്മളെ വിസ തീരും. അപ്പൊ അതിന് കുറച്ച് ക്യാഷിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഓൾറെഡി പറഞ്ഞിരുന്നു വാലന്റൈൻസ് ഡേക്ക് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വലിയ സർപ്രൈസ് ഒന്നും ആയില്ല. ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പുതിയതായിട്ട് കിട്ടിയത്. പിന്നെ എനിക്ക് ഫസ്റ്റ് ആ ഫോൺ തന്നില്ലേ, മറ്റേ ഫോൺ എൻ്റെ ഞാൻ യൂസ് ചെയ്തിരുന്ന ഫോണ്, അത് ആഷിക്കാണ് ഫസ്റ്റ് അത് വാങ്ങിയിട്ട് ആഷിക്ക് അൺബോക്സ് ചെയ്ത് ആഷിക്ക് അത് യൂസ് ചെയ്ത് അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം എനിക്കൊരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആളത് വാങ്ങിയത് ആമസോണിൽ നിന്നാണോ ഫ്ലിപ്കാർട്ടാണ് ഇത് നടത്തത്? ആമസോണിൽ നിന്നാണ്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ അത് വീണപ്പോ തന്നെ അതിന്റെ എന്തൊക്കെയോ ഭയങ്കര ഹാങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കെന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം അതിന്റെ LCD അത് അങ്ങനെ എന്തോ ഇല്ല അതിന്റെ ഉള്ളില് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോ എന്തായാലും അൺബോക്സ് ചെയ്യാൻ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അൺബോക്സ് ചെയ്ത് തിരിച്ചു കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കൂലേ? അങ്ങനല്ല, ഇത് എവിടെ നിന്നാണ്? മാൾ ഓഫ് എമിറേറ്റ്സിൽ നിന്നാണ് വാങ്ങിയത്. ഫസ്റ്റ് തന്നെ ബില്ല് വേണ്ട. ഇത് ഞാൻ കിച്ചൂസിന് പൊട്ടിക്കാനുള്ള ഫോണല്ലേ. ഇത് 6 വർഷമാണ് നിന്റെ കണക്ക്. 6 വർഷം മതിയില്ലേ? 6 വർഷത്തിനുള്ള എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തീർന്നു. മിനിമം 6 വർഷം നിൽക്കണം. ഉറപ്പല്ലേ? അത് അൺബോക്സ് ചെയ്തു. ഇതെങ്ങനെയാ? ഈ ഒരു സ്ട്രിപ്പില്ലേ, ഈ ഒരു സ്ട്രിപ്പാണ് ഇതിന്റെ മെയിൻ. അപ്പൊ അത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ എല്ലാരും അൺബോക്സ് ചെയ്യുന്ന കാണുമ്പോ ഇതാണ് ഗോൾഡ് കളർ. ഇതാണ് ഗോൾഡ് കളർ. ഞാൻ വൈറ്റ്. ഇത് വൈറ്റും എങ്കിൽ വൈറ്റും ആണ്, ഗോൾഡിന് ഗോൾഡും ആണ്. കണ്ടാ ഇത് തുറക്കട്ടെ? ഇങ്ങനെ കിട്ടൂലേ? അങ്ങനെയാണെങ്കിൽ ടൂണൊക്കെ ഇടാൻ. ഇനി ഇവിടെ നിന്ന് എന്തോ ഇതാക്കൂലേ? സ്ക്രീനും കൂടി അടുത്തുള്ള പരിപാടിയാണ് അത്. അതെ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആമസോണിൽ നിന്നൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവിടെ എന്താ പറയാ, ഞാനാണ് യൂസ് ചെയ്തത്. കാരണം ഇതില് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് ഹാങ് ആയിട്ട് അപ്പോഴൊന്നും ഹാങ് ആയിട്ടില്ല. ഹാങ് നാട്ടിൽ നിന്നിട്ട് ഞാൻ പോയിട്ടാണ് കൊടുത്തത്. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ കുറച്ച് അതിനൊക്കെ എന്തെല്ലാം പരാതികളാണെന്ന് ഒരു മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് തന്നത്. ഒരു മാസം ഞാൻ ഇവിടെ ഇരുന്നില്ല, എന്റെ തരാൻ ഇവിടെ ഉണ്ടായിരുന്ന. അപ്പൊ ഞാൻ വന്നിട്ട് ഞാൻ വരുന്ന ടൈമിൽ വാങ്ങിയപ്പോ വരുന്ന ടൈമിൽ മേടിച്ചിട്ട് ഞാൻ അത് അതിന്റെ മുന്നേ മേടിച്ച് പോയി എന്റെ പജിയെ. അതാണ് കൈൻഡ് കേൾക്കാത്തൊന്നുമില്ല. ഇപ്രാവശ്യം ഞാൻ എന്ത് കംപ്ലൈന്റ് എന്ത് കംപ്ലൈന്റ് ഉണ്ടായി കഴിഞ്ഞാലും ആമസോണിൽ നിന്ന് മേടിച്ചാണ്. അതിന് ബില്ലില്ല, അതാണ് അതുകൊണ്ടാണ് തട്ട അതിന്റെ പേരാണ്. ഇതിന് എന്താണുള്ളത് നോക്കട്ടെ. അപ്പൊ ഇത് നമ്മുടെ ഐസ്റ്റോറിന്ന് പോയി എനിക്ക് ഫോൺ കിട്ടിയത്. ഇത് കഴിഞ്ഞ് ഇനി അടുത്ത ഇത് ഇറക്കുമ്പോൾ ഐഫോൺ ഇറക്കുമ്പോ ഇച്ചൂസിനെ ഞാൻ ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഇത് കൊടുത്തതിന് പിന്നെ അതോടെ പോയി. പിന്നെ നോക്കിയ 1100 ഐഫോൺ 16 Pro Max അല്ലേ? ഇതിലെവിടെ എന്തോ ടൈറ്റാനിയത്തിന്റെ ബോഡിയാണ്, അല്ലാണ്ട് ടൈറ്റാനിയത്തിന്റെ ഒരു സാധനം വേറെ കിട്ടും. ഇതിന്റെ ബോഡി ടൈറ്റാനിയാണ്, കണ്ടില്ലേ സംഭവം? ഇതിങ്ങനെ
ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ്. നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ബോക്സിന്റെ പിന്നെ ഇതില് വരേണ്ടതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അഡാപ്റ്റർ, ചാർജർ ഇതാണ് കേബിള് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അഡാപ്റ്റർ സെപ്പറേറ്റ് നമ്മൾ മേടിക്കണം. അത് 79 dirhams ആണ്. കേസ് ഒന്നും ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ മേടിക്കണം. പിന്നെ അവർക്ക് കേസ് ഇതന്നെ കിട്ടിയത് വല്ല കാര്യം. അതൊക്കെ സെപ്പറേറ്റ് നമ്മൾ മേടിച്ചിരുന്നാണ്. അപ്പൊ ഇത്ര ഉള്ളോ സംഭവം. അപ്പൊ ഇനി ഫജി ഫുള്ള് വീഡിയോയില് ആക്റ്റീവ് ആവുന്ന പോലെയാണ്. യൂട്യൂബിലൊക്കെ തള്ളി മറിക്കുന്നതാണ്. പിന്നെ മാത്രല്ല ഞങ്ങൾ ഒരു ഡെസേർട്ട് സഫാരി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓരോ തവണയും വീക്കെൻഡ് ആവുമ്പോ പ്ലാനിങ് നടക്കാറുണ്ട്. പക്ഷെ പോവാറില്ല. ഫജിക്ക് മൊബൈൽ ഇല്ലാത്തോണ്ട് പോവാൻ വയ്യ. ഉഡായിപ്പ് പറഞ്ഞിട്ട് ഇരിക്കായിരുന്നു. അപ്പൊ ഇനി മൊബൈലൊക്കെ കിട്ടി. ഇനി കിട്ടിയ ഉഷാറ് ഇനിയിപ്പോ വീഡിയോ കണ്ടറിയാം. ഓക്കെ, ഒരാളെ നമ്മുടെ ഒപ്പമുള്ള ടീം കൊറേ ഇങ്ങനെ പോകുമ്പോന്ന് വിചാരിക്കണം. പക്ഷെ പോകുന്നില്ല. അടുത്ത പ്രാവശ്യം ഞങ്ങൾ എന്തായാലും പോകുന്നതാണ്. അപ്പൊ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റ. അപ്പൊ ലൈക്കും സബ്സ്ക്രൈബും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞോ. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ഷെയർ ഒന്നും ചെയ്യണ്ട, സബ്സ്ക്രൈബ് ചെയ്യാ. ഷെയർ ചെയ്തോട്ടെ. ചെയ്തോട്ടെ. ഓക്കെ, ശരി ശരി, ബൈ ബൈ.